ടേസ്റ്റ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ആരോഗ്യകരമായ ഒരു ഉച്ചഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മളിന്നിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈ ഫൈബറുള്ള ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് റൈസിനേക്കാളും നമുക്കത് കൂടുതൽ ഉപകാരപ്രദമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അതായത് അൺപോളിഷ്ഡ് ആണ്. നമ്മൾ പോളിഷ്ഡ് റൈസ് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. കാരണം ഇതിന് ഫൈബർ റിച്ച് ആയതുകൊണ്ട് ബവൽ മൂവ്മെൻറ്റ് നല്ലതായിരിക്കും. വൈറ്റമിൻ ബി കോംപ്ലക്സ് എല്ലാം അധികമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് നേരം ഫുൾ ഫീലായിരിക്കും സ്റ്റൊമക്കിൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബ്രൗൺ റൈസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇത് നമ്മൾ പവിഴത്തിൻ്റെ റോബിൻഹുഡ് എന്ന ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്. വേറെ റൈസുകളും മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ സാമ്പാർ, ഇത് നല്ല ഗ്രേവി ആയിട്ട് ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ സാമ്പാർ പരിപ്പ് കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിരിക്കും. കൂടാതെ വെജിറ്റബിൾസിൻ്റെ തന്നെ മിനറൽസും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം ലഭ്യമായിരിക്കും. സാമ്പാർ നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് കറി ഇന്ന് സാർഡൈൻ, അതായത് ചാള വറുത്തരച്ച ചാളക്കറിയാണ്. അതിൽ സുലഭമായിട്ട് ഒമേഗ 3 ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ലിപ്പിഡ് പ്രൊഫൈൽ നിയന്ത്രണത്തിന് നല്ലതാണ്. അപ്പോൾ പിന്നെ ഹൈ റിച്ച് പ്രോട്ടീനുമാണ്. പിന്നെ സാലഡ്സിൽ ഒനിയനും ക്യാരറ്റും. അപ്പം നമുക്ക് ക്യാരറ്റിലും ബി കോംപ്ലക്സും വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ കാരോട്ടിൻസ് ഉണ്ട്. പിന്നെ മഗ്നീഷ്യം, ഒനിയൻസിലും ധാരാളം മിനറൽസും വൈറ്റമിൻസും ഉണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് നല്ല രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ലിവർ ഫ്രണ്ട്ലിയാണ്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ബീട്രൂട്ട് നല്ല ഹെൽത്തി ഇതാണ്. അത് ഒരു ഡിഷുണ്ട് ഇന്ന്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആൻഡ് ഫാറ്റ് ഉള്ളവർക്ക് കുറച്ച് ഉപയോഗിക്കാം. എന്നാലും ഒരു മുട്ടയുടെ ഓംലെറ്റും കൂടെ ഇന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം. പിന്നെ ബീൻസ്, ഇത് പച്ച ബീൻസാണ്, ഹാരിക്കോട്ട് ബീൻസ് എന്ന് പറയും. അതിലും ധാരാളം മിനറൽസും വൈറ്റമിൻ ബി കോംപ്ലക്സും എല്ലാം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ കേട് ഇത് പ്രോബയോട്ടിക് കേടാണ്. ഗട്ട് ഹെൽത്തിനും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണും ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. നമ്മളിത് പ്ലേറ്റിൽ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അടുത്ത വിഷയം. എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ കേരളത്തിലുള്ളവർ ഒരുപാട് ചോറ് കഴിക്കും. കാർബോഹൈഡ്രേറ്റ് മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തി വരുന്നു. ഇപ്പോൾ ആ രീതി മാറി. ഫാറ്റി ലിവറും പൊണ്ണത്തടിയും പ്രമേഹവും ഒക്കെ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. പ്ലേറ്റിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. നമ്മളതിൽ ഒരു ഭാഗം ചോറ്, ബാക്കി ഭാഗം 4/1 ഭാഗത്തിൽ ബാക്കി നമ്മൾ ഈ കറികളെല്ലാം വിളമ്പണം. തോരനാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് കഴിക്കുന്ന വീതമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമുക്കൊരു കാൽ കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ തോരൻ. ഇപ്പോൾ 2 തോരനുള്ളതുകൊണ്ട് ഈ വീതം മതിയാകും. പിന്നെ നമ്മൾ ഗട്ട് ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ നമ്മളെ ഈ ബീട്രൂട്ട് സഹായിക്കും. ഈ ബീട്രൂട്ട് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അരിഞ്ഞ് സ്റ്റീം ചെയ്തിട്ടാണ് ബീട്രൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഓയിൽ ഫ്രീ ആണ്. അപ്പം അമിത വണ്ണമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ രീതിയിൽ തയ്യാറാക്കാം. പിന്നെ ഒരു മുട്ടയുണ്ട്. അതും ഹൈ റിച്ച് പ്രോട്ടീനാണ്, കാൽസ്യം എല്ലാം. വൈറ്റമിൻ B12 ഇപ്പോൾ ഡെഫിഷ്യൻസി വരും വെജിറ്റേറിയൻസിന്. അപ്പം B12ൻ്റെ അഭാവം പരിഹരിക്കാൻ നമുക്ക് മുട്ട ഉപയോഗിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മീൻ ആവശ്യം പോലെ നമുക്ക് നല്ല ഒമേഗ 3 ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മീൻ ഉപയോഗിക്കാം. പിന്നെ ഈ മുട്ടയ്ക്കും മീനിനും പകരം ചിക്കനാണ് നിങ്ങൾക്ക് അവൈലബിൾ എങ്കിൽ ഒരു ബൗളിൽ ചിക്കൻ കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പം സാമ്പാർ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സാമ്പാർ കൂടെ ചേർത്ത് ഇന്നത്തെ ലഞ്ച് ആരോഗ്യകരമാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു ഉച്ചഭക്ഷണം തയ്യാറാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.